പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ വോട്ടർമാരെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ രണ്ടാഴ്ചക്കാലത്തിലേറെയായി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ദീർഘമായിട്ടുള്ള പ്രചരണത്തിന് ഏതാനും മിനിറ്റുകൾക്കകം അവസാനം കുറിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വിധിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായി മാറുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 10-20 വർഷക്കാലമായി ഈ രാജ്യത്തെ തകർച്ചയിലേക്കും അധപ്പതനത്തിലേക്കും നയിച്ചിട്ടുള്ള നെഹ്റു കുടുംബത്തിന്റെ ഏറ്റവും വലിയ തിരിച്ചടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി തോറ്റതുപോലെ, സഞ്ജയ് ഗാന്ധി തോറ്റതുപോലെ, അമേഠിയിൽ രാഹുൽ ഗാന്ധി തോറ്റതുപോലെ വയനാട്ടിൽ പ്രിയങ്ക വധേര തോൽക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് രാജ്യത്താശകളും നമ്മുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പായി 13-ാം തീയതി ഈ വോട്ടെടുപ്പ് മാറുകയാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ എല്ലാ തകർച്ചക്കും ഉത്തരവാദിയായ കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയത്തിനും എതിരായിട്ടുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറണം. പ്രിയങ്ക വധേര ഈ മണ്ഡലത്തിലേക്ക് മത്സരിക്കാമെന്നപ്പോ അനായാസകരമായി ജയിച്ചു പോകാമെന്നുള്ള അമിത പ്രതീക്ഷയും അഹങ്കാരവുമായിട്ടാണ് പ്രിയങ്ക വധേരയും നെഹ്റു കുടുംബത്തിന് താവഴികളും ഈ വയനാട്ടിലെ ചുരം കയറി വന്നത്. പക്ഷേ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഒരു കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഗോലിയാത്തിനെ വീഴ്ത്താൻ സാധിക്കുന്ന ദാവീദുമാരുടെ ചരിത്രമുള്ള ഈ വയനാടിന്റെ മണ്ണിൽ, പഴശ്ശിയുടെ പിന്മുറക്കാരായിട്ടുള്ള ഒരുപാട് പോരാളികളുടെ ഈ വയനാടിന്റെ മണ്ണിൽ പ്രിയങ്ക വധേരയെ തോൽപ്പിക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നവ്യ ഹരിദാസ് മാത്രം മതി എന്ന് വയനാട്ടുകാർക്ക് ബോധ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അവസാന മുഹൂർത്തത്തിൽ ഓരോ വോട്ടുകളും നിർണായകമാണ്. ജനാധിപത്യത്തിന്റെ ഈ വലിയ മഹോത്സവത്തിൽ വോട്ടുകൾ പാഴാകാതെ ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ പോരാട്ടത്തിന്റെ അവസാന വിജയം കുറിക്കാൻ നമുക്ക് സാധിക്കണം. ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ബോധപൂർവമായ ഒരുപാട് ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരെ അവർ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ വാഗ്ദാനങ്ങൾക്ക് പുറകിൽ പോയി എന്തെങ്കിലും സർക്കാരങ്ങളും സൗമനസ്യങ്ങളും ഉണ്ടായാൽ വയനാട്ടിലെ വോട്ടർമാരെ വിലക്കെടുക്കാമെന്നാണ് കോൺഗ്രസ് കുടുംബം, നെഹ്റു കുടുംബം വിചാരിച്ചത്. റായ്ബറേലിയിലെ വോട്ടർമാരെ വിലക്കെടുത്തതുപോലെ, അമേഠിയിലെ വോട്ടർമാരെ വിലക്കെടുത്തതുപോലെ വയനാട്ടിലെ വോട്ടർമാരെ വിലക്കെടുക്കാൻ സാധിക്കില്ല എന്ന് 13-ാം തീയതി ആത്മാഭിമാനബോധമുള്ള വയനാട്ടിലെ ജനത തെളിയിക്കാൻ വേണ്ടി പോകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ അവസാന മുഹൂർത്തത്തിൽ നിങ്ങൾ എല്ലാവരും ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം ഉണ്ടാവണം. ശ്രീ നരേന്ദ്രമോദിയോടൊപ്പം ഉണ്ടാവണം. നരേന്ദ്രമോദിയുടെ വഴിയാണ് വയനാടിന്റെ വികസനത്തിന് വഴി. അതുകൊണ്ട് വയനാട് പാർലമെന്റ് മണ്ഡലത്തെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കാൻ വേണ്ടി ശ്രീമതി നവ്യ ഹരിദാസിന് താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നിങ്ങൾ വിജയിപ്പിക്കണം. നെഹ്റു കുടുംബത്തിന്റെ അഹങ്കാരത്തിനേൽക്കുന്ന ഏറ്റവും വലിയ അടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറണം. ഈ കേരളത്തിലെ UDF-ന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയത്തിന്റെ അവസാനമായി ഈ തെരഞ്ഞെടുപ്പ് മാറണം. ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സാമുദായിക രാഷ്ട്രീയ പാർട്ടിന് മുമ്പിൽ പഞ്ചപുച്ഛമടക്കിക്കൊണ്ട് ലീഗിന്റെ അഹങ്കാരത്തിന് മുമ്പിൽ എല്ലാം സമർപ്പിക്കുന്ന കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറണം. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമരടയാളത്തിൽ രേഖപ്പെടുത്തി ശ്രീമതി നവ്യ ഹരിദാസിനെ വിജയിപ്പിക്കണമെന്ന് വിനയപരസ്പരം അഭ്യർത്ഥിക്കുകയാണ്. ഭാരത് മാതാ കീ. അടുത്തതായി നമ്മളുടെ ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് നമ്മളെ അഭിസംബോധന ചെയ്യും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പ്രബുദ്ധരായ വോട്ടർമാരെ, നമസ്കാരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 2-3 ആഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രചണ്ഡമായ പ്രചരണത്തിന്റെ തിരശ്ശീല ഏതാനും നിമിഷങ്ങൾക്കകം താഴുകയാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ കലാശക്കൊട്ട് ഉൾപ്പെടെ ഈ കാലയളവിൽ നടന്നിട്ടുള്ള എല്ലാ പ്രചരണ പരിപാടികളും പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. NDAയുടെ പ്രിയങ്കരിയായ സാരഥി സ്ഥാനാർത്ഥി ശ്രീമതി നവ്യ ഹരിദാസിനെ കാണാൻ, അവരുടെ പ്രസംഗം കേൾക്കാൻ ആയിരങ്ങളാണ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും തടിച്ചുകൂടിയത്.
മലയോരങ്ങളിലും അതുപോലെ തന്നെ നാടിന്റെ നാനാഭാഗങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ, അമ്മമാർ, സഹോദരിമാർ, ആദിവാസികൾ, ഞങ്ങളുടെ സമൂഹത്തിന്റെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അണിനിരക്കുകയുണ്ടായി. ഈ ജനക്കൂട്ടം ഒരു കാര്യം വ്യക്തമാകുന്നു: ഈ തെരഞ്ഞെടുപ്പിൽ വയനാടിൻ മലനിരകളിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് ഈ ജനക്കൂട്ടം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രിയങ്കരിയായ സാരഥി ശ്രീമതി നവ്യ ഹരിദാസ് തിളക്കമാർന്ന വിജയമാണ് കരസ്ഥമാക്കാൻ വേണ്ടി പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ വയനാട്ടിലെ ജനങ്ങൾ 2 തവണ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. 2019 വയനാടിനൊരു പ്രധാനമന്ത്രി, അത് തന്നെ 2024 ആവർത്തിച്ചു. പക്ഷെ ഇത്തവണ ഈ ചെപ്പടി വിറ്റ കൊണ്ടൊന്നും വയനാട്ടിലെ ജനങ്ങളെ വിലക്ക് വാങ്ങാൻ സാധ്യമല്ല, വശീകരിക്കാൻ സാധ്യമല്ല എന്ന് കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-നും മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ കലാശത്തൊട്ടിലും അതുപോലെ തന്നെ എല്ലാ പ്രചരണ പരിപാടികളിലും വയനാട് ജില്ലക്കാരാണ്, ബത്തേരിയുള്ളവരാണ്, മാനന്തവാടിയുള്ളവരാണ്, കൽപ്പറ്റയിലുള്ളവരാണ് പങ്കെടുത്തത്. ഇപ്പൊ പറയുന്നു, നമ്മുടെ പത്രമാധ്യമ സുഹൃത്തുക്കൾ പറയുന്നു, പ്രിയങ്കയുടെ പരിപാടിക്ക്, രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് മലയാള ഭാഷ സംസാരിക്കുന്നവർ അല്പം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇറക്കുമതി ചെയ്ത ആളുകളാണ് പ്രിയങ്കയ്ക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നത്, കൈയടിക്കുന്നത്. ഇതാ ഞങ്ങള് നവ്യ ഹരിദാസിന് വേണ്ടി കൈയടിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് മലയാളം സംസാരിക്കുന്നവരാണ്, വയനാട് ജില്ലക്കാരാണ്, ബത്തേരിക്കാരാണ്, കൽപ്പറ്റക്കാരാണ്, സംശയമില്ല. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് നാന്ദി കുറിക്കാൻ ഇതാ ഈ തെരഞ്ഞെടുപ്പ് പ്രയോജനപ്പെടാൻ പോകുകയാണ്. ഒരു കാര്യം ഉറപ്പ്, ഈ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർ മൂക്കിന്റെ നീളം കണ്ടിട്ടോ, കണ്ണിന്റെ വലുപ്പം കണ്ടിട്ടോ, തൊലിയുടെ നിറം കണ്ടിട്ടോ അല്ല വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മറിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനകീയ അംഗീകാരം നേടിയ ശ്രീമതി നവ്യ ഹരിദാസിനെയാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് മുഖഛായ കണ്ടിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കേണ്ട. മൂക്കിന്റെ നീളവും കണ്ണിന്റെ വലുപ്പവും തൊലിയുടെ നിറവും, ഇവിടെ സൗന്ദര്യ മത്സരമല്ല നടക്കുന്നത്, ജനാധിപത്യപരമായ പോരാട്ടമാണ് നടക്കുന്നത്. ആ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയുടെ പ്രതിപുരുഷ എന്ന് പറയാവുന്ന അഭിമാനത്തോടുകൂടി നമ്മൾ പറയുന്ന ശ്രീമതി നവ്യ ഹരിദാസ്. ഒരു കാര്യം ഉറപ്പ്, എല്ലാ അർത്ഥത്തിലും നരേന്ദ്രമോദി മുതൽ നവ്യ ഹരിദാസ് വരെ BJPയുടെ NDAയുടെ നേതാക്കന്മാര് ജനങ്ങൾക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ, ഗ്രാമീണരുടെയിൽ, പട്ടികജാതി പട്ടികവർഗക്കാർക്കിടയിൽ അവിടെ പ്രവർത്തിച്ച് ഒരു അംഗീകാരം വാങ്ങി ഇതാ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാക്കന്മാരാണ്. അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടുകൂടി ഈ നാട്ടിലെ വോട്ടർമാരോട് പറയുന്നു, തീർച്ചയായും വോട്ടർമാർ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രിയങ്കയേക്കാൾ 1000 മടങ്ങ് യോഗ്യയാണ് ശ്രീമതി നവ്യ ഹരിദാസ് എന്ന് ജനങ്ങൾ വിധി എഴുതാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇത് അവസാന നിമിഷമാണ്. നിങ്ങൾ നാളെ ഇന്ന് ഈ കലാശക്കൊട്ടിന് ശേഷം എല്ലാവരും എല്ലാ വീടുകളിൽ സമ്പർക്കം ചെയ്തുകൊണ്ട് താമരയിൽ വോട്ട് ചെയ്യുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി വോട്ടർമാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് 13-ാം തീയതി 11 മണിക്ക് മുൻപായി എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് എത്തി നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം, താമരയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ശ്രീമതി നവ്യ ഹരിദാസിന്റെ വിജയം സുനിശ്ചിതമാക്കാൻ സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, പ്രബുദ്ധരായ വോട്ടർമാരെ നിങ്ങൾ തയ്യാറാകണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. 13-ാം തീയതി സുപ്രഭാതം പൊട്ടിവിടരുമ്പോൾ അങ്ങ് കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ ചെങ്കതിർ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, ഒരു നന്മയുടെ പ്രതീകം എന്നുള്ള നിലയിൽ നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു മനോഹരമായ താമര വിടരുമാറാകട്ടെ. ആ മനസ്സിൽ വിരിഞ്ഞ താമരയുമായി പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്ത്
ബാലറ്റ് കടലാസിൽ കാണുന്ന മനോഹരമായ താമര ചിഹ്നത്തിൽ നിങ്ങൾ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ സാരഥി ശ്രീമതി നവ്യ ഹരിദാസിനെ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചും അപേക്ഷിച്ചും കൊണ്ട് അതിന് നിങ്ങൾ തയ്യാറാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് നമസ്കാരം. बोलो भारत माता की, बोलो भारतीय जनता पार्टी की, बोलो एनडीए की, बोलो नव्या हरिदास की. നമ്മുടെ കലാശക്കൊട്ട് ഇവിടെ പൂർണ്ണമാവാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, അസുലഭമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് നമുക്ക് വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ അണികളും നമ്മളോട് പറഞ്ഞത് പ്രധാനമന്ത്രിയാകാൻ പോവുകയാണ്, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 2 തവണയും രാഹുൽ ഗാന്ധിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. എന്നാൽ 2 തവണയും അദ്ദേഹം വയനാട്ടിലെ ജനങ്ങളെ പൂർണ്ണമായി വഞ്ചിച്ച് ഈ നാടിനെ മുച്ചൂടും നശിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം റായ്ബറേലിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വയനാടിന്റെ നേറുന്ന പ്രശ്നങ്ങൾ, ഗതാഗത പ്രശ്നം, ചുരൽ മതൽ റോഡ്, രാത്രിയാത്രാ നിരോധനം, റെയിൽവേ, നഞ്ചൻകോട് നിലമ്പൂർ റെയിൽവേ, വന്യമൃഗശല്യം, ആദിവാസി മേഖലയിലെ പ്രശ്നം, ഇങ്ങനെ സമസ്ത മേഖലയിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണമെങ്കിൽ ഹിന്ദി അറിയുന്ന, മലയാളം അറിയാത്ത നേതാവ് അവിടെ പോയിട്ട് കാര്യമില്ല. പകരം ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും ഒരേപോലെ സംസാരിക്കുന്ന, ഈ നാടിനെ കണ്ണിലുണ്ണിയായിട്ടുള്ള, ഈ നാടിനു വേണ്ടി ഇന്നുവരെ സംസാരിച്ചിട്ടുള്ള പ്രിയങ്കരിയായിട്ടുള്ള നവ്യ ഹരിദാസിനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തയക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്തണം. ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിന്നാൽ, നവ്യ ഹരിദാസിനോടൊപ്പം നിന്നാൽ വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടാകും, രാത്രിയാത്രാ നിരോധനത്തിന് പരിഹാരമുണ്ടാകും. ഈ നാട്ടിലെ സമസ്ത വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ആ മന്ത്രിസഭയിലേക്ക് കേന്ദ്രമന്ത്രിയായി ശ്രീമതി നവ്യ ഹരിദാസ് അവിടേക്ക് തിരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിന് സംശയമില്ല. നാടിന്റെ സമഗ്ര വികസനത്തിന് നമ്മളുടെ ചാൻസീറാണ് പ്രിയങ്കരിയായിട്ടുള്ള നവ്യ ഹരിദാസിനെ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. बोलो भारत माता की. പ്രിയമുള്ളവരെ, ഇത് ജയിക്കാനുള്ള പ്രയാണമാണ്. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ സ്നേഹിക്കുന്നവരാണ്. ഈ വയനാടിന്റെ ഉന്നമനം ലക്ഷ്യം വെക്കുന്നവരാണ്. അല്ലാതെ നോർത്ത് ഇന്ത്യയിൽ നിന്നും റോഡ് ഷോയ്ക്ക് വേണ്ടി കെട്ടിയിറക്കിയവരോ കിറ്റ് കൊടുത്ത് ക്ഷണിച്ചു വരുത്തിയവരോ അല്ല എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. പ്രിയമുള്ളവരെ, വളരെയേറെ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഉയർന്നിട്ടുള്ളത്. ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറി 10 വർഷം പിന്നിട്ട വേളയിൽ നമുക്കറിയാം, വികസനത്തിന്റെ പൂച്ചെണ്ട് വിരിയിച്ചുകൊണ്ട് ഈ ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക്, വിശ്വഗുരു സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വയനാട് മണ്ഡലത്തിലേക്ക് അതേ തോതിലുള്ള വികസനം എത്തിക്കണം എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോ ഈ വയനാട്ടിലെ ചില ആളുകളും ചില മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞിരുന്നു, നവ്യയ്ക്ക് വയനാട് അറിയില്ല എന്നുള്ളത്. ഈ താമരശ്ശേരി ചുരം കയറി നവ്യ ഹരിദാസ് ഈ വയനാട് മണ്ഡലത്തിലേക്ക് വന്നത് വെറും കൈയോടെയാണെങ്കിൽ, ഞാനിവിടെയുള്ള ഇത്രയും ആളുകളുടെ ഹൃദയം പേറിക്കൊണ്ട് ഈ വയനാട് നേടിക്കൊണ്ട് തന്നെ, ചരിത്രം കുറിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ നിന്ന് പോകുന്നത് എന്നുള്ളത് തറപ്പിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താമര ചിഹ്നം എന്ന് പറയുന്നത് പലർക്കും ഒരു ധാരണയുണ്ടായിരുന്നു, ആ ചിഹ്നത്തില് മത്സരിച്ചാൽ തോറ്റുപോകുമോ എന്നുള്ളത്. ഞങ്ങളോ തെല്ലും ഭയക്കാതെയാണ് ഇത്രത്തോളം യാത്ര ചെയ്തിട്ടുള്ളതെങ്കിൽ ആ താമര ചിഹ്നം വിജയിപ്പിച്ച് കാണിച്ച് ശ്രീ സുരേഷ് ഗോപിയുടെ ആശീർവാദത്തോടുകൂടെ ഇവിടേക്ക് വന്നിട്ടുള്ള എനിക്ക് തീർച്ചയായിട്ടും ഈ വയനാടിന്റെ ഹൃദയം കീഴടക്കാൻ സാധിച്ചിട്ടുണ്ട്
ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വികസനം, ആ വികസനം നമ്മുടെ വയനാട് മണ്ഡലത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും NDA ജയിച്ചേ തീരൂ. NDA ജയിച്ചാൽ ഈ വയനാട് ജയിച്ചു. അതുകൊണ്ട് താമര ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വയനാടിന്റെ വിജയത്തിനായിരിക്കണം നിങ്ങളുടെ പ്രയാണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. രാജകുമാരി ശ്രീമതി നവ്യ ഹരിദാസിനെ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്ത ഈ നാടിന്റെ സമഗ്ര വികസനം സാക്ഷാത്കരിക്കണേ പ്രിയമുള്ളവരെ എന്ന് നിങ്ങളോട് ഏവരോടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഗോത്ര സംസ്കാര പെരുമയുടെ ഗരിമയിൽ ഊറ്റം കൊള്ളുന്ന വയനാടിന്റെ മണ്ണിൽ വികസനത്തിന്റെ നറുതിരിനാളം തെളിയിക്കുവാൻ നമ്മുടെ പ്രിയങ്കരിയായ സാരഥി ശ്രീമതി നവ്യ ഹരിദാസിന് നിങ്ങളുടെ മനസ്സിന്റെ മനസാക്ഷിയുടെ ഒളിമങ്ങാത്ത അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് മംഗളാരതിയുടെ ജ്ഞാനയിച്ച് ഈ നാടിന്റെ സമഗ്ര വികസനം സാക്ഷാത്കരിക്കണേ പ്രിയമുള്ളവരെ എന്ന് വിനയത്തിന്റെ, സ്നേഹത്തിന്റെ, അതിലേറെ ചാരിതാർത്ഥ്യത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ഏവരോടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നമ്മുടെ സാരഥി ശ്രീമതി നവ്യ ഹരിദാസ്, നമ്മുടെ ചിഹ്നം തങ്കത്താമര. താമരയാണ് നമ്മുടെ ചിഹ്നം. നവ്യ ഹരിദാസാണ് നമ്മുടെ സാരഥി. പനിപ്പുഴയുടെ കളകളാരവങ്ങളാൽ സുന്ദര സുരഭിലമായ വയനാടിന്റെ നെറുകയിൽ വികസനത്തിന്റെ ആയിരം താമരമരുവികൾ വിരിയിക്കുക. വികസനത്തിന്റെ രഥയാത്ര നടത്തി, വികസനത്തിന്റെ തേരോട്ടം നടത്തി, വികസനത്തിന്റെ പാഞ്ചജന്യ കാഹളം മുഴക്കുവാൻ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ നെറുകയിൽ വികസനത്തിന്റെ ആയിരം ഹരിത കുങ്കുമ പതാകകൾ പാറിപ്പറപ്പിക്കുവാൻ നമ്മുടെ പ്രിയങ്കരിയായ സാരഥി, നാമറിയുന്ന നമ്മയറിയുന്ന ഈ നാടിന്റെ പ്രിയ കൂട്ടുകാരി, മലയാള തനിമയുള്ള നാട്ടുകാരി ശ്രീമതി നവ്യ ഹരിദാസിനെ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയിൽ നിങ്ങളോട് ഏവരോടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പക്ഷാഭേദമില്ലാതെ അർഹതപ്പെട്ടവരുടെ കരങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ നാടിന്റെ നിറഞ്ഞ യുവ സാന്നിധ്യം ശ്രീമതി നവ്യ ഹരിദാസിനെ അഷ്ടദളങ്ങൾ വിടർത്തി ഉദയസൂര്യനെ നോക്കി പുഞ്ചിരിച്ചു പരിലസിച്ചു നിൽക്കുന്ന തങ്കത്താമരയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച ഈ നാടിന്റെ സമഗ്ര വികസനം സാക്ഷാത്കരിക്കണോ പ്രിയമുള്ളവരെ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സമര പോരാട്ടങ്ങളുടെ രണവീഥികളിൽ പ്രാണനറ്റു പോകുമെന്ന് പോലും സംശയിക്കപ്പെട്ട സംഗ്രാമ ഭൂമികയിൽ അടിപതറാതെ പതമിടറാതെ നന്മയ്ക്കു വേണ്ടി, നല്ല നാളേക്ക് വേണ്ടി സമര പോരാട്ടങ്ങൾ നയിച്ച കരുത്തുറ്റ പോരാളി. സമരവീര്യങ്ങളിൽ സമാനതകളില്ലാത്ത അഗ്നികിടങ്ങുകളിൽ അവയൊന്നിൽ പോലും പിറന്ന മണ്ണിന്റെ ആത്മാഭിമാനത്തെ അല്പമാത്ര പോലും അടിയറവ് വയ്ക്കാത്ത ആയിരം രണാങ്കണങ്ങളിൽ പ്രാണനറ്റു പോകുമെന്ന് പോലും സംശയിക്കപ്പെട്ട സംഗ്രാമ ഭൂമികയിൽ അടിപതറാത്ത സമര പോരാളി ശ്രീമതി നവ്യ ഹരിദാസിനെ തങ്കത്താമരയടയാളത്തിൽ വോട്ടുകൾ നൽകി വർദ്ധിച്ച